ഹലോ ഫാമിലി, സാറയാണ്. ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റിവെച്ച ദിവസമായിരുന്നു. ഇത് നമ്മുടെ വൈറ്റില തൈക്കൂടം ഉള്ള ബാരിക്സ് ലെഗ് സലൂൺ ആണ്. ഞാൻ ഇവിടെയാണ് മിക്കവാറും പെഡിക്യൂർ മാനിക്യൂർ, വേറെ ഒന്നല്ല. ഈ സംഭവം എന്ന് വെച്ചാൽ കൈയും കാലം ഒന്ന് തേച്ചൊരിച്ച് കഴുകാൻ വേണ്ടി വരുന്നത് ഇവിടെയാണ് വല്ലപ്പോഴും. സമയമില്ലാത്തതുകൊണ്ടാണ് കൂടുതലും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കാലും കൈയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പൊ നിങ്ങൾ ചിന്തിക്കും, സമയമില്ലാഞ്ഞിട്ടാണോ ചേച്ചി പാർലറിൽ പോയത്? അതവിടെ കാലും കൈയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാലോ. അപ്പൊ നമ്മള് ഫോണിൽ എന്റെ വർക്ക് നടക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ സ്വയം ചെയ്യുമ്പോൾ അത്രയും സമയം അങ്ങ് പോവല്ലേ. വല്ലപ്പോഴും കേട്ടോ, ഒരു 3-4 മാസം കൂടുമ്പോഴൊക്കെ ഞാനിങ്ങനെ പെഡിക്യൂറും മാനിക്യൂറൊക്കെ ചെയ്യാൻ പോവാറുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് ഏകദേശം ഒരു 1 ഇയറോളമായി ബാരിക്സിൽ തന്നെയാണ് പോകുന്നത്. ഒരുപാട് ഇത് ഒരു പ്രീമിയം ക്ലാസ് സലൂൺ ആണെങ്കിൽ പോലും എനിക്ക് പെഡിക്യൂറും മാനിക്യൂറും ഭയങ്കര എമൗണ്ട് ആയിട്ട് തോന്നാറില്ല. സർവീസ് എന്ന് പറയുന്നത് ആയിരിക്കുന്നത് സന്ദീപ് ബ്രോയാണ്. അതിനു മാത്രം അയാള് കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ്. അതായത് നമ്മളെ കാലിനൊരു വെയിറ്റ് ഉണ്ട്, ആ ഒരു കയ്യിൽ താങ്ങി പിടിച്ചിട്ടാണ് നമുക്കിങ്ങനെ ഉരച്ച് എല്ലാം ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ഞാനപ്പോ വിചാരിക്കും പുള്ളി വർക്കൗട്ട് ചെയ്തിട്ടൊന്നുമല്ല, പുള്ളിക്ക് ഇങ്ങനെ മസിൽമാനായിട്ടിരിക്കണേന്ന് തോന്നുന്നു. കാരണം അത്രയും വെയിറ്റ് ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ റിലാക്സ് ചെയ്ത് ആ ചെയറിലിരിക്കും. ആ ചെയറിലൊരു നമുക്കൊരു ബോഡി മസാജ് ഒക്കെ കിട്ടും കേട്ടോ. നമ്മളുടെ ഒരു മസാജ് ചെയറാണിത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടുള്ള വെള്ളത്തിൽ കാലിങ്ങനെ കുറച്ചു നേരം മുക്കിയിട്ടു. അപ്പൊ കുറച്ചങ്ങ് ആർഭാടായിക്കോട്ടെ, ഒരു DJ ആയിക്കോട്ടെ എന്നിരുത്തി ലൈറ്റ് ഒക്കെ ഇട്ടുതന്നു പുള്ളിക്കാരൻ. ഞാൻ വീഡിയോ എടുക്കാനിട്ടാണ് കേട്ടോ. അപ്പോ എന്റെ കാലിന് ഇപ്പൊ ഒരു 1.5-2 മാസമായിട്ട് ഉപ്പൂറ്റിയുടെ അടിയിൽ ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന. എന്താ കാരണം എന്ന് നോക്കി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയെങ്കിലും പ്രത്യേകിച്ച് ഇതില്ല. ചിലപ്പോ ഈ പ്രായം, ഞാനന്ന് പറഞ്ഞ പ്രായം കൂടി വരാണ്, വലിയ പ്രായമൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ പ്രായത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും എന്നെ ചീത്ത വിളിക്കണം. അപ്പൊ ചിലപ്പോ നമുക്കിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും, ഓടി തുള്ളിയല്ലേ നടക്കുന്ന എപ്പോഴും, അതിന്റെ ആവാം. അപ്പൊ എന്തുകൊണ്ടാന്ന് അറിയില്ല, ഞാനിങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോ നല്ലൊരു മസാജ് കിട്ടി. അയ്യോ, എന്റെ പാദത്തിന്റെ ആ ചെറുവിരലിന്റെ തൊട്ട് താഴെയായിട്ട് ഭയങ്കര ഒരു പെയിൻ ഉണ്ടായിരുന്നു. ഒരിക്കലും ഇവിടെ എന്തോ ഒരു വെയിറ്റ് ഉള്ള സാധനം വീണതാണ്. പുള്ളി ഇങ്ങനെ അത് പിടിച്ച് 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 നല്ല എന്താ പറയാ, എനിക്കത് അത്രയും റിലാക്സേഷൻ കിട്ടിയായിരുന്നു കേട്ടോ. തടയി തടയി ആ പെയിനുള്ള സ്ഥലത്ത് ഒരു പിടുത്തം പിടിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞ ചാടിപ്പോയി. കാരണം നല്ല പെയിൻ എടുത്തു എനിക്ക്. ഞാൻ അപേക്ഷിച്ച ദൈവം, ഇത്രയും പെയിൻ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതിയത് എന്റെ കാല് പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. പോയി തീർന്നു. ആ പിടിച്ചിങ്ങനെ ഒടിച്ചിങ്ങെടുത്തപ്പോഴേക്ക് ഞാൻ കരുതി തീർന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നല്ല റിലാക്സേഷൻ ആയിരുന്നു കേട്ടോ. നിങ്ങള് ഈ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യുന്നു, ഈ ഒരു യൂണിസെക്സ് ആണ്, പുരുഷന്മാർക്കും പോവാട്ടോ. സന്ദീപ് ബ്രോനൊന്ന് കണ്ടോളൂ. എന്നിട്ട് അങ്ങനെ പോകുന്നവരെട്ടോ. അപ്പൊ പോകുന്നവരെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണം, പോകുന്നവരെട്ടോ. പിന്നെ കാലിന് ഞാൻ നോർമൽ പെഡിക്യൂറാണ് എടുത്തത്. നോർമൽ ആയിട്ടുള്ള നമ്മള് എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇത് എന്റെ കാല് ഞാൻ ഏതോ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, കാലിലൊക്കെ ഈ 2 വീലർ ഓടിച്ച സമയത്തൊക്കെ കുറെ ആക്സിഡന്റ് ഉണ്ടായിട്ട് കുറെ കുത്തും പാണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പാണ്ടിൽ എനിക്ക് ടാറ്റു ചെയ്യണം എന്ന് ആലോചിക്കുന്നു. പിന്നെ നെയിലാണെങ്കില് ഏതോ ഒരു മറിഞ്ഞും കെട്ടി വീണപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവൂലേ, അതുപോലെ ചത്ത പോലെ ഒരു നെയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് എത്ര നെയില് വളർന്നിട്ടോ അതങ്ങ് ശരിയാവുന്നില്ല. ലെഗിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷെ എനിക്ക് കയ്യ് എന്താന്നറിയില്ല, ഇവിടെ പെയിന്റിങ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ പിടിച്ച് തോണ്ടിയിട്ടാണോ അതിന്റെ ആണെന്നറിയില്ല. ഇനി മറ്റേ തള്ള വൈപ്പിന്റെ ലക്ഷണമാണോന്ന് അറിയത്തില്ല. കൈ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. നെയിലെല്ലാം ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു. പിന്നെന്ന് വെച്ചാല് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും നെയിൽ പോളിഷും ഇതൊക്കെ അടിക്കുന്നത് നമുക്ക് നെയിലിന് ഭയങ്കര ദോഷമാണ്. അപ്പൊ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് പല ഷേപ്പിലാണ് നെയിൽ ഇരുന്നത് കേട്ടോ. അപ്പൊ പിന്നെന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈനെസ് എന്ന് പറഞ്ഞാല് എന്തോ ഒരു ചുക്കി ചുളുങ്ങിയ പോലെ. അപ്പൊ എല്ലാരും എനിക്ക് കമന്റ് ചെയ്ത് തള്ളയായില്ലേ സാറേ എന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേട്ടാ. വിഷമിപ്പിച്ചാലും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കൈക്ക് മാത്രം ഒരു ഏതെങ്കിലും നല്ലത് വേണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മളെ നെയിലിന്റെ സൈഡിലിന്റെ ഒരു സ്കിൻ പോലെ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും, ഒരു തൊലി പോലെ ഇങ്ങനെ വരും. അത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലൈവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ബോഡി ചെക്കപ്പ് ചെയ്യാനുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉള്ളിലെ എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചു പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല.
സന്ദീപ് ഈ കാണിക്കണ കാണുമ്പോ നിങ്ങൾ ചിരിക്കരുത് കേട്ടോ. കാരണം അവന്റെ ഓടിച്ചിട്ടൊരു ഈച്ച ഓടിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു ദൈവമേ ഇങ്ങർക്ക് എന്ത് പറ്റിപ്പോയി, നീ തല ഇങ്ങനെ കാണിക്കണപ്പോ ഒരു ഈച്ച പുള്ളിനെ ഓടിച്ചിരുന്ന കണ്ടിട്ട് പുള്ളി തല വെട്ടിച്ചതാണ്. പിന്നീട് ഞാൻ ഈ ക്യാമറയിൽ കൂടിയല്ലേ കാണുന്നേ. ആ മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി എന്ത് ചെയ്ത് മറ്റേ സാൻഡ്വിച്ച് പോലെ ഒരു പ്ലാസ്റ്റിക് കവർ പോലത്തെ ഒരു സാധനം കൊണ്ട്, എന്താണ് അതിന്റെ റോളിനെ എനിക്കറിയില്ലട്ടോ പേര്, അതിനെ കവർ ചെയ്ത് വെച്ചു. കൈയുടെ പണി തുടങ്ങി. കൈയുടെ പണി ആദ്യം നെയിലൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ നെയിലും കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഋഷിക്ക് കുറച്ച് മെഡിസിൻസ് ഉണ്ട് ഇപ്പോ. അപ്പോ അവനൊക്കെ കൊടുക്കുമ്പോൾ വായി ഇങ്ങനെ തുറക്കുമ്പോഴേക്കും അവന്റെ അവിടെ സ്കിന്നുമൊക്കെ കൊള്ളുന്നേ. മിച്ച കുറച്ച് നാള് നെയിലൊന്നും കട്ട് ചെയ്യാം, വളരെ കൊള്ളു. പിന്നെ ദേ ഈ പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. എനിക്ക് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, അവരെന്താണോ പ്രൊഡക്റ്റ് അത് നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. ഞാനത് ഇത്രയും ടിന്നുകള് മറ്റേ ടാൻ റിമൂവർ ഉണ്ട്, മറ്റേ സ്ക്രബ് ഉണ്ട്, മസാജ് ക്രീം ഉണ്ട്, അങ്ങനെ കുറെ ജെല്ല് അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ വടി കണ്ടപ്പോ ഞാൻ വിളിച്ചു ഇത് വല്ല ഫ്രീ കിട്ടിയതായിരിക്കും. പൊട്ടിയൊക്കെ നോക്കിട്ടോ എന്താ സാധനം ഒന്നും എനിക്ക് മനസ്സിലായില്ല. സന്ദീപ് അപ്പൊ ഒരു ഫ്ലവർ പോലെയൊക്കെ അത് വെച്ചു. പിന്നെയാണ് പുള്ളിക്കാരൻ ഈ വടി ഉണ്ടല്ലോ ലോലിപോപ്പ് പോലെ ഇരിക്കുന്ന സാധനം തുറന്നു. അറ്റത്തൊരു പ്ലാസ്റ്റിക് കവറിൽ ഉണ്ട് കേട്ടോ. അതിനെ തുറന്നു കഴിഞ്ഞപ്പോഴും ഞാൻ കരുതിയത് മറ്റേ ക്രിസ്മസിനൊക്കെ മറ്റേ സ്പോഞ്ചിന്റെ ടൈപ്പ് ഒരു ബോള് തൂക്കിയിട്ടില്ലേ, അതാണ് കരുതിയത്. നേരെ അതെടുത്ത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സ്മെല്ല് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഈ പുക നമ്മൾ വിചാരിക്കും ഇതിന്റെ വല്ല കെമിക്കൽ ഇതാണ്, ഇല്ല നല്ല സ്മെല്ലായിരുന്നു. ഒരു ആയുർവേദിക് ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ്. അതിന്റെ പേര് ഞാൻ കറക്റ്റ് വായിച്ചില്ല, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞേനെ. ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്തിട്ടുന്നു, നിങ്ങൾക്ക് ആ ബോക്സുമ്പോ വായിക്കാം കേട്ടോ. പക്ഷെ ഞാനത് വായിച്ചു നോക്കില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോഴേക്കും അതെല്ലാം കംപ്ലീറ്റ്ലി പോയപ്പോ ലോലിപോപ്പ് പോലെ ഇത് ബാക്കിയായല്ലോ. അപ്പൊ ഞാൻ കരുതി ഓക്കെ ലോലിപോപ്പ് ആണോ ഇതെന്നൊക്കെ ചോദിച്ച് കൊട്ടി അവിടെ വെച്ചു. പക്ഷെ പിന്നെയല്ലേ മോനെ ട്വിസ്റ്റ്, അതിലുണ്ടായിരുന്ന ഓരോ ടിന്നിലും നമുക്ക് കൈ ഇങ്ങനെ മുക്കി കുറച്ചു നേരം വെക്കണം. അതായത് ഈ കുറച്ചു നേരം നനവ് വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കൈ നമുക്കൊന്ന് മസാജ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് നമ്മളെ വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ അത് അവൈലബിൾ ആണ് ഒരുപാട്. പിന്നെ എപ്പോഴും ഇച്ചിരി കുതിർത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കുറച്ചുകൂടിയൊക്കെ നല്ല ക്ലിയർ ആവും. അപ്പൊ ആ ടിന്നിലുണ്ടായിരുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് പൊട്ടിച്ച് പുള്ളിക്കാരൻ ഇട്ടു വെള്ളത്തില്. രണ്ട് പാത്രത്തില് രണ്ട് കൈ വെക്കാനുള്ളല്ല, പീക്കുലായിട്ട് ഇട്ട് രണ്ടുപേർക്ക് ഒരു വിഷമം വേണ്ടല്ലോ. പിന്നെയാണ് എന്താണ് ഈ കോല് കണ്ടോ, ഈ കോല് ഞാൻ കരുതി വേറെ എന്തെങ്കിലും ആയി. പുള്ളി മസാജ് ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുന്ന ഒരാളായത് ഞാൻ വിളിച്ചു ഇനി കൈക്കിട്ട് വല്ല കൊട്ടാനാണ് ഈ കോല് കരുതി. ആ കോലവിടെ വെച്ചിട്ടുണ്ടല്ലോ. പുള്ളി ഒരു ദയാദാക്ഷിണ്യം കാണിക്കാത്ത നമ്മളെ കാലൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടേ നമുക്ക് വേദന ഉണ്ടെങ്കിലും അതങ്ങ് ഉടച്ചങ്ങ് എടുക്കും. അതായത് നമുക്ക് വല്ല വീട് കല്ലച്ച് കിടക്കണ വല്ലതൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു വേദന പോലെ നീര് പോലെയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി അതുപോലെ, കാരണം പുള്ളി അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കൈ കാണുമ്പോൾ തന്നെ അറിയാം. ജിമ്മനായതുകൊണ്ടല്ല കേട്ടോ, പുള്ളി അധ്വാനിക്കുന്ന ചില കൈകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അല്ലാതെ മസിലല്ല, ഇത് ഒരു വർക്കൗട്ട് ചെയ്തിട്ട് ഉണ്ടായിട്ടല്ല, പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ പിന്നെ ആ കോല് അങ്ങ് തുറന്നു. ആ ലോലിപോപ്പ് പോലത്തെ സാധനം തുറന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ ഈ നെയില് ക്ലിയർ ആവണ ഒരു ക്രീം ഉണ്ട്. അതിന്റെ പേര് എനിക്കറിയില്ല കേട്ടോ, സലൂണുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതെല്ലാം ആ നെയിലിട്ടു. എന്നിട്ട് ഈ രണ്ട് നെയിലും രണ്ട് കൈയിലും അത് ഇട്ടിട്ടാണ് വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വല്ലപ്പോഴൊക്കെ പാർലറിലൊക്കെ പോയി പൈസ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം വല്ലപ്പോഴും. നമുക്ക് ഒരു സന്തോഷമല്ലേ അതൊക്കെ. അപ്പൊ വേറൊരു ബായി അവിടെ വന്നു. പുള്ളിക്കാരനെ ഞാൻ ക്യാമറ കൊടുത്തു. അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നത് ഏതോ ഒരു എന്താ എന്നെ ഒന്ന് വെളുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം പുള്ളി ഏതോ ഒരു ഫിൽറ്റർ ഇട്ടത്. ഞാനത് എന്താ പറയാ ഏകദേശം എല്ലാ ക്ലിപ്പുകളും ഒറ്റ ഇതാക്കുമല്ലോ നമ്മള് വീഡിയോ ആക്കാൻ. അപ്പോഴാണ് ശ്രദ്ധിച്ചേ ഭയങ്കരമായിട്ട് വെള്ളം വെച്ച് പോയി. ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മളെ നെയിലിലേക്ക് എല്ലാം ഉരച്ച് ക്ലീൻ ചെയ്ത് ഷേപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ കള്ളൻ മാധവനെ പോലെ പാസർ അഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് രണ്ടാമത് ഇട്ട് തന്നു. ഞാനൊരു റെഡിഷ് ഒരു മെറൂണൊക്കെ മിക്സ് ആയിട്ടുള്ള കളറില്ലേ, റെഡിഷ് തന്നെ, പക്ഷെ ഭയങ്കര മെറൂണും അല്ല എന്നാൽ നല്ല റെഡും അല്ല. ഞാൻ ആ കളറാണ് ഇട്ടത്. ഞാൻ പേടിച്ചു 2-3 കോട്ടടിച്ചപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു. നോർമൽ നെയിൽ പോളിഷ് ആയിട്ട് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. അവരുടെ ഒരു ചെരുപ്പ് തന്നായിരുന്നു. അപ്പുറത്തെ സൈഡായിരുന്നു ഐബ്രോസ് ചെയ്യാനുള്ള. അപ്പൊ ഐബ്രോസ് ഒക്കെ ഒന്ന് ചെയ്തു. പിന്നെ ഹെയർ ഒന്ന് വാഷ് ചെയ്യാം. അപ്പൊ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ കൈയും കാലും കഴിഞ്ഞ് ഹെയറും കഴിഞ്ഞു മുഖവും കഴിഞ്ഞു ബാക്കിയുള്ളത് കുളിച്ചാൽ മതിയല്ലോ. അങ്ങനെയല്ല കേട്ടോ, ഞാൻ എന്തായാലും അവിടെ വന്നതല്ലേ. അപ്പോ ഹെയർ ഒക്കെ ഞാൻ ആ കളർ ചെയ്തുകൊണ്ട് കുറച്ച് അടുപ്പിച്ച് നമ്മള് പാർലർ വിസിറ്റ് ചെയ്യുന്നത് നല്ലതാണ്.
സന്ദീപ് തന്നെയാണ് ചെയ്തു തന്നെ കേട്ടോ. പുള്ളി വേറെ ലെവലാണ് കേട്ടോ, നല്ല സിമ്പിള് മനുഷ്യനാണ്. ഞാൻ എന്ത് മലയാളത്തിൽ പറഞ്ഞാലും പുള്ളിക്ക് അത് മനസ്സിലാവണുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ സർവീസ് കേട്ടോ. പെഡിക്യൂറൊക്കെ എനിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, നെയിൽ ആർട്ട് ചെയ്തുതരും, അടിപൊളിയായിട്ട് ചെയ്തുതരും കേട്ടോ. ഹെയർ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ടൈമാണ് പുള്ളി ചെയ്യുന്നത്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനപ്പോ ഭയങ്കര സന്തോഷത്തിലാട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം, എന്നിട്ട് കമന്റ് ചെയ്യണേ.